എന്റെ ചോദ്യം, രണ്ട് അവസ്ഥയും ഉള്ളപ്പോഴുള്ള ഒരു ചോദ്യമാണ്. അൽ ബയാൻ അറബി മലയാള പത്രത്തിൽ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1926 കേട്ടോണ്, അൽ ബയാൻ അറബി മലയാള പത്രത്തിൽ കാണാം, സ്ത്രീ അക്ഷരവിദ്യ ശറഹിൽ മക്രൂഹാണെന്നും നിങ്ങൾ തുടങ്ങിയിട്ട് അവസാനം പറയുന്നുണ്ട്, ഇക്കാലത്തുള്ള സ്ത്രീ അക്ഷരവിദ്യ തീർത്തും ഹറാമാവാൻ മാത്രമേ വഴി കാണുന്നുള്ളൂ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും തന്നെ സ്ത്രീകളോട് അതായത് വിദ്യ പഠിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ ചുരുക്കി പറയുന്നതാണ്, ദീർഘമായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. ഈ വാദം നിലനിൽക്കെ തന്നെ ഞങ്ങൾക്കറിയാം, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപഠിച്ചതും കേട്ടുപഠിച്ചതുമൊക്കെ കാണാം, സമസ്തയുടെ മദ്രസകളിലും തന്നെ പെൺകുട്ടികൾ സ്ത്രീ അക്ഷരവിദ്യ പഠിക്കുന്നുണ്ട്. 926 അൽബയാനിൽ എഴുതി എന്നാണ് സുഹൃത്ത് പറഞ്ഞത്. 926 അൽബയാൻ ഇറങ്ങിയിട്ടില്ല. ഒന്ന്, അൽബയാൻ ഇല്ല ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു പത്രത്തിൽ ഒരു ലേഖനം എഴുതിയാൽ സ്വാഭാവികമായും അതിന്റെ അടുത്ത ലക്കത്തിൽ അതിന്റെ മറുലേഖനം ഉണ്ടോ എന്നും അതിന്റെ ഖണ്ഡനങ്ങൾ ഉണ്ടോ എന്നു കൂടി പരിശോധിക്കേണ്ടതാണ്. അദ്ദേഹം തന്നെ ആ ലേഖനം കണ്ടിട്ടില്ല. രണ്ട്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവ്വിഷേകമായി എവിടെയെങ്കിലും എന്തെങ്കിലും പൂർവ്വകാലത്ത് എഴുതുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പൂർവീക മഹത്തുക്കളുടെ ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിച്ച കാര്യം എടുത്തു ഉദ്ധരിക്കുക മാത്രമല്ലാതെ സ്ത്രീകളെ പഠിപ്പിക്കരുത് എന്ന രീതിയിൽ ഒരു നയസമീപനം സമസ്ത സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ സ്വീകരിച്ചിരുന്നുവെങ്കിൽ മദ്രസത്തുൽ ബനാത്തിന് തുടക്കത്തിൽ തന്നെ അംഗീകാരം കൊടുക്കില്ല. മഹാന്മാരായ ഇപ്പൊ ഇമാം ഷാഫി തങ്ങളെ ഉമ്മ പോലെയുള്ള പൂർവീകരായ തസൗഫിന്റെ ആലിമ്യങ്ങളുടെ സൂക്ഷ്മതയുടെ ഭാഗമായി എഴുതിവെച്ച ഏതെങ്കിലും ഉദ്ധരണികൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിദ്ധീകരണങ്ങളിൽ വന്നിട്ടുണ്ടാകാം. നിങ്ങളെ വായിച്ച ലേഖനത്തിന്റെ അന്ത്യത്തിൽ തന്നെ ഉപയോഗിച്ച പദം അതിന് വളരെ ശരിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരാളുടെ അഭിപ്രായമോ അങ്ങനെ വരാനേ വഴി കാണുന്നുള്ളൂ. ഒരിക്കലും ഒരു തീരുമാനമോ മസലയോ അങ്ങനെയല്ലല്ലോ വരാറുള്ളത്. അല്ല, വഴി അത് ഒരാളുടെ അഭിപ്രായം, അത് എഴുതിയ ആളുടെ അഭിപ്രായം എന്നതുപോലെ കിതാബുകളുടെ ഉദ്ധരണി നോക്കിയാൽ സമസ്തക്കാരല്ലാത്ത പൂർവീക പണ്ഡിതന്മാർ തന്നെ സ്ത്രീകൾക്ക് എഴുത്തും വായനയും പഠിപ്പിക്കുന്നതിന്റെ ദൂഷ്യത ഉദ്ധരിച്ചത് കാണാൻ കഴിയും. പൂർവീക പണ്ഡിതന്മാരുടെ രേഖകളിൽ തസൗഫിന്റെ കാഴ്ചപ്പാടനുസരിച്ച് പണ്ഡിതന്മാർക്ക് അക്കാര്യത്തിൽ അഭിപ്രായാന്തരം സ്വാഭാവികമാണ്. പക്ഷെ സമസ്ത ഒരു നയം എന്ന രീതിയിൽ മദ്രസത്തുൽ ബനാത്ത് ആരംഭിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ചരിത്രം നിങ്ങൾക്കറിയാമല്ലോ. ഇവ്വിഷേകമായി ഞങ്ങൾക്ക് സൂചിപ്പിക്കാൻ പൊതുസമൂഹത്തോട് പറയാനുള്ളത്, സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് ആദ്യമായി അംഗീകാരം കൊടുക്കുന്ന രണ്ടാമത്തെ മദ്രസത്തുൽ ബനാത്താണ്. ഇന്ന് പക്ഷേ പെൺകുട്ടികൾക്ക് ഇസ്ലാമികമായ ചില ചിട്ടകളും പരിധികളും പരിമിതികളും മതം കൽപ്പിച്ചിട്ടുണ്ട്. അത് പാലിക്കപ്പെടുക തന്നെ വേണം.